കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷം. UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിലാണ് സംഘർഷമുണ്ടായത്. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേറ്റു. ആദ്യം MPയുടെ പ്രതികരണം കാണാം. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കടത്ത് ഒളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത്. MPക്ക് അടക്കം പരിക്കേറ്റ സാഹചര്യത്തിൽ കോൺഗ്രസ് ഏത് തരത്തിലാണ് ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നത്? ഒരു വലിയ പ്രകടനം കോഴിക്കോട് നഗരത്തിൽ നടക്കാൻ പോകുന്നു അല്പസമയത്തിനകം എന്ന തരത്തിലൊക്കെ നേരത്തെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? എന്താണ് സംഭവിച്ചത്? രണ്ട് പക്ഷങ്ങളും മുഖാമുഖം എത്തിയതോടെ പോലീസ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നല്ലോ സമീർ. ശ്രീജിത്ത്, പേരാമ്പ്ര CKG കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ പ്രശ്നമാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇന്ന് പേരാമ്പ്രയിൽ ഹർത്താൽ ആചരിച്ചിരുന്നു. UDF ആഹ്വാനം ചെയ്ത ഹർത്താലായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ 6 മണിയോടുകൂടെ ആണ് ഹർത്താൽ ആരംഭിച്ചത്. വൈകിട്ട് 5 മണി വരെയായിരുന്നു ഹർത്താൽ. അതിനുശേഷമാണ് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ CPIM പ്രവർത്തകരും നഗരത്തിലേക്ക് ശക്തി പ്രകടനമായി എത്തി. അതിന് അവർ ഇരു കൂട്ടരും മുഖാമുഖം എത്തിയതോടുകൂടിയാണ് പിന്നീട് അത് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പോലീസ് എത്തിക്കൊണ്ട് ഇരു കൂട്ടരെയും പിരിച്ചുവിടാനുള്ള ശ്രമം നടത്തി. പക്ഷേ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. പിന്നീടാണ് ലാത്തി ചാർജിലേക്ക് നീങ്ങിയത്. ലാത്തി ചാർജ് അതുപോലെ തന്നെ ഗ്രനേഡ്, കണ്ണീർ വാതകം പ്രയോഗിക്കൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങേണ്ടി വന്നു. ആ വേളയിലാണ് വടകര MP കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായത്. നമുക്കൊപ്പം ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി K ജയന്ത് കൂടി ചേരുകയാണ്. MPയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അല്ല, ഇതൊക്കെ ഇന്നലെ CKG കോളേജ് 40 വർഷത്തിന് ശേഷം നഷ്ടപ്പെട്ടതിന് തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. ഒരു ജനാധിപത്യത്തിൽ ജയവും പരാജയവും ഒക്കെ സ്വാഭാവിക. CPM-നെ സംബന്ധിച്ചിടത്തോളം, SFIയെ സംബന്ധിച്ചിടത്തോളം പരാജയം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്നലെ CKG കോളേജ് വിജയിച്ച KSUവിൻ്റെയും UDF-ൻ്റെയും MSF-ൻ്റെയും പ്രവർത്തകരെ അതിക്രൂരമായിട്ടാണ് ഇന്നലെ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അത് പോലീസ് നോക്കി നിൽക്കെയാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. പോലീസ് ആക്രമണങ്ങൾ നടത്തിയ SFIക്കാർക്ക് സഹായകരമായ നിലപാടിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.